ബോച്ചെ കാരണം ഇപ്പോ ഞങ്ങളൊക്കെ ഭയങ്കര ഫോർവേഡാണ് എന്നൊക്കെ പറഞ്ഞു. എന്നാള് ശോഭ സിറ്റി മോളുടെ അവിടെ വെച്ചിട്ട് ഒരു കപ്പിളിനെ കണ്ടു. അങ്ങനെ പലപ്പോഴും വന്നിട്ട് ഭയങ്കര ഫോട്ടോ ഒക്കെ എടുത്ത് ഷെയ്ക്കിൻ്റെ തന്നു. അപ്പൊ അവര് കൈ പിടിച്ച് നടക്കുകയാണ്, തോളിൽ കൈയൊക്കെ ഇട്ടിട്ട്. ഞങ്ങളിപ്പോ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്, ധൈര്യം ബോച്ചയുടെ എന്നാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പൊ ഇങ്ങനെ കൈയിട്ട് നടക്കാറില്ലല്ലോ. അങ്ങനെയല്ല, ബോച്ചെ വീഡിയോ ചെയ്യുന്നു, പലതും പറയുന്നു. അപ്പോ അതൊരു ഇൻസ്പിറേഷനാണ് ഞങ്ങൾക്ക്. നല്ല ധൈര്യത്തിൽ എന്തിനാ ഒളിവിലും മറയിലും പോയിട്ട് ചെയ്യണേ? അങ്ങനെ ഒരു പകൽമാന്യനാവണേലും നല്ലത് ഉള്ളത് ചങ്കുറ്റത്തിൽ ധൈര്യമായിട്ട് ഓപ്പണായിട്ട് ചെയ്യല്ലേ നല്ലത് എന്ന ഡയലോഗുകളും പലതൊക്കെ ഞങ്ങൾക്ക് ഇൻസ്പിറേഷനാണ്. അപ്പോൾ പക്ഷെ അതേസമയം തന്നെ പേരൻസ് തന്നെ കാണുമ്പോൾ ബോച്ചെ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നോണ്ട് പിള്ളേരോട് ഇപ്പൊ ഒന്നും പറഞ്ഞുകൂടാ. എന്തെങ്കിലും പറഞ്ഞ ബോച്ച ഇങ്ങനെയാണല്ലോ പറഞ്ഞ, ബോച്ച അങ്ങനെയാണല്ലോ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കൊന്നും മിണ്ടാൻ പറ്റണില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, കുറച്ച് ഫ്രീഡം ഒക്കെ കൊടുക്കുന്നത്, ഇങ്ങനെ പൂട്ടിയിട്ടിട്ടൊന്നും വളർത്തണ്ട, അവര് വളരട്ടെ, അവർക്ക് അതിനുള്ള തിരിച്ചറിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പൊതുവെ ഞാൻ പ്രൊമോട്ട് ചെയ്യാണ്. മറ്റേതൊരു കളവ് കുറ്റം പോലെ മറവിൽ ചെയ്യുന്നത് കുറ്റമാണ്. ഇതൊക്കെ രണ്ടുപേർക്ക് ഇഷ്ടമാണെങ്കിൽ പിന്നെ എന്താ കുഴപ്പം? കോടതിയൊക്കെ പറയുന്നത് അത് തന്നെയല്ലേ. അതാണ്, അങ്ങനെയാണ്. അപ്പൊ ശരിയാണ്, തീർച്ചയായിട്ടും ഫ്രീഡം വേണം, ഇവിടെ എല്ലാം വരണം, നൈറ്റ് ലൈഫ് വരണം. നമ്മളിപ്പോഴും ആൾക്കാർ ഗോവയ്ക്കും ബാംഗ്ലൂർക്കും പോവാണ് ഇവിടുന്ന്. ഇത്ര നല്ല സ്ഥലം, കടലും പുഴയും ഒക്കെ ആയിട്ടുള്ള ഒക്കെ. പക്ഷെ ആയി വരാനായിട്ട് ഗവൺമെന്റ് വരുമ്പോൾ ഒരു വിഭാഗം ആൾക്കാർ അതിനെ എതിർക്കുക എന്നതാണ്. എതിർക്കുന്നവരും ഇത് ആഗ്രഹിക്കുന്നവരാണ്. പിന്നെ എന്താണ് ആ ഒരു സിസ്റ്റം അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. ട്രഡീഷണൽ ആയിട്ടുള്ളൊരു എന്തൊരു സിസ്റ്റമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മാറുമെന്ന് വിശ്വസിക്കുന്നു. അതെ, മദ്യമാണ്. അവർക്ക് കൊടുക്കില്ല കൂപ്പൺ. ഈ ടിക്കറ്റായിട്ട് അവിടെ ചെല്ലുമ്പോ അവിടെ ID കാർഡ് കാണിച്ചിട്ട്, അത് ഈ KTDC ബാർ ഉണ്ടല്ലോ അതിന്റെ മുമ്പിൽ, അവിടെയാണ് അറേഞ്ച്മെന്റ്സ്. ചിലപ്പോ ഇവിടെയും, അതിപ്പോ കുറച്ച് കഴിഞ്ഞാൽ അറിയാം, മിനി ടൂറിസ്റ്റ് ഹോമിലും ലൈസൻസ് എടുത്തിട്ട് ഇവിടെ ചെയ്യുന്നുണ്ടെന്നും കൂടിയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. എനിക്കറിയില്ല അതിനെ കുറിച്ച്. ഏജ് നോക്കിയിട്ടേ കൊടുക്കുള്ളൂ, അല്ലാതെ കൊടുക്കില്ല. രണ്ടെണ്ണം പൊതുവെ എപ്പോഴും പറയല്ലേ, ഒരു രണ്ടെണ്ണം അടിച്ചിട്ട് വരാന്ന് പറയില്ലേ എന്ന് പറഞ്ഞ പോലെ ഈ രണ്ടിനൊരു എപ്പോഴും ഒരു ഇരട്ടിയാണല്ലോ എന്നുള്ളത്. പിന്നെ അമിതമായാൽ അമൃതം വിഷാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് എല്ലാത്തിനൊരു ലെവലൊക്കെ വേണം, കൺട്രോളൊക്കെ വേണമല്ലോ. എന്താ